നമസ്കാരം. ഭക്തമാനസം ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയുന്നത് മഞ്ജുളാലിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യ കഥയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയിലേക്ക് പോകാം. ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ആലാണ് മഞ്ജുളാൽ. ആ ആലിന് മഞ്ജുളാൽ എന്ന പേര് വരാനുള്ള ഒരു കഥയാണ് പറയുന്നത്. മഞ്ജുള ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു. വലിയ കൃഷ്ണഭക്ത. ഗുരുവായൂരിലായിരുന്നു അവളുടെ വീട്. എന്നും സന്ധ്യയ്ക്ക് ഗുരുവായൂരപ്പന് ഒരു മാല മഞ്ജുള കെട്ടി കൊണ്ടു കൊടുക്കുമായിരുന്നു. ഭഗവത് നാമം പാടിക്കൊണ്ട് പൂക്കൾ കൊണ്ട് മനോഹരമായ മാലകളുണ്ടാക്കി ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു അവൾ. ദിവസവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ചു ദിവസമായി കാലിച്ചക്കന്മാരുടെ ശല്യമാണ്. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ഒരു കരുമാടിക്കുട്ടൻ മഞ്ജുള പോകുന്ന വഴിയിൽ നിന്ന് എന്നും കളിയാക്കുകയും ചെയ്യും. പക്ഷേ അവൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ഓർത്തുകൊണ്ട് മറ്റൊന്നും ഗൗനിക്കാതെ നടക്കുകയാണ് പതിവ്. എന്നാൽ ഒരു ദിവസം അവൻ മനോഹരമായി പുല്ലാങ്കുഴലും ഊതി മഞ്ജുളയുടെ പുറകെ ചെന്ന് പൂമാല ചോദിച്ചു ശല്യമായി പുറകെ കൂടി. നട അടക്കുന്നതിന് മുന്നേ ചെല്ലാൻ വേണ്ടി അവൾ വേഗത്തിൽ നടന്നു. പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചക്കനും അവളുടെ കൂടെ തന്നെ ഉണ്ട്. ക്ഷേത്രനടയിൽ ചെന്ന അവളെ പക്ഷേ ക്ഷേത്രം കാവൽക്കാർ അകത്ത് കയറ്റിയില്ല. ആൾ ചുവട്ടിൽ ഒരു കാലിച്ചെറുക്കന്റെ കൂടെ നിൽക്കുന്ന കണ്ടു എന്ന അപരാധം അവളിൽ ചുമത്തി. കയ്യിൽ താൻ കൊരുത്ത പുഷ്പഹാരവുമായി വല്ലാതെ സങ്കടപ്പെട്ട് അമ്പലത്തിന് പുറത്തു നിന്ന് കരയുന്ന മഞ്ജുളയെ അമ്പലത്തിൽ നിന്നും തൊഴുതു വരുന്ന പൂന്താനം കണ്ട് കാര്യം അന്വേഷിച്ചു. മഞ്ജുള സങ്കടത്തോടെ നടന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പൂന്താനം കുറച്ചു ദൂരെ ആയിട്ടുള്ള ആൽമരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ആലിന്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാൻ എന്ന് സങ്കൽപ്പിച്ച് ആ മാല അതിൽ ചാർത്തിക്കോളും. കല്ലിലും മരത്തിലും എല്ലാം ഉള്ള ഭഗവാൻ ആ മാലയും സ്വീകരിച്ചു കൊള്ളും. അത് കേട്ട് കരച്ചിലടക്കി മഞ്ജുള ഭക്തിപൂർവ്വം ആ മാല അവിടെയുള്ള കല്ലിനെ ചാർത്തിച്ചു. അപ്പോൾ സമയം സന്ധ്യയായിരുന്നു. അക്കാലത്തൊക്കെ ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലിന്റെ ദീപം കാണുമായിരുന്നു. അവൾ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥനയോടെ ദീപാരാധന കണ്ട് തൊഴുത് നിന്നു. രാത്രി അധികം ആവുന്നതിന് മുന്നേ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നിർമാല്യത്തിന് നട തുറന്നു. മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. അത് താൻ തലേ ദിവസം ചാർത്തിയ മാല അല്ലല്ലോ എന്ന് മേൽശാന്തി അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും പരിഭ്രാന്തിയായി. കാരണം അറിയാതെ എല്ലാവരും വിഷമിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ പൂന്താനം അവിടെ നിന്നവരോടായി തലേ ദിവസം നടന്ന കഥയെല്ലാം വിവരിച്ചു പറഞ്ഞു. ഇത് മഞ്ജുള വാരസ്യാർ ഭഗവാനെ സങ്കല്പിച്ച് ആൽച്ചുവട്ടിൽ ചാർത്തിയ മാലയാണ്. ആൽച്ചുവട്ടിൽ കാലിച്ചക്കന്റെ രൂപത്തിൽ കണ്ടത് മറ്റാരുമായിരുന്നില്ല, അത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു. അതിനാൽ മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക. അവർ വന്നാലേ ഇന്ന് നിർമാല്യം മാറ്റാൻ പറ്റൂ. അങ്ങനെ ക്ഷേത്രം കാവൽക്കാർ പൂന്താനം പറഞ്ഞതനുസരിച്ച് മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മഞ്ജുള നടക്കൽ നിന്നുകൊണ്ട് ഭഗവാനെ എന്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിന്റെ കഴുത്തിൽ നിന്ന് ആ മാല താനെ താഴേക്ക് ഊർന്നു വീണു. ഭക്തിയായ മഞ്ജുള ചാർത്തിയ മാല കണ്ണൻ സ്വീകരിച്ച അന്നു മുതൽ ആ ആലിന് മഞ്ജുളാൽ എന്ന് പേര് കിട്ടുകയും ചെയ്തു.